വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ വിഷ്ണുവിനെ വിടാനായിട്ട് പറ്റില്ല എന്ന് ചന്ദ്രബോസ് അങ്ങ് തീർത്ത് പറയുകയാണ്. സത്യഭാമയുടെ വീട് വരെ സർക്കാർ വണ്ടിയിൽ വണ്ടി ഓടിച്ചു വന്ന് ഇവനെ പിടിച്ചുകൊണ്ട് വരണമെങ്കിൽ അവന് കുറച്ച് ചോദ്യങ്ങളൊക്കെ അവനോട് ചോദിക്കാനുണ്ട്. അതിന് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എന്താ വക്കീലിനൊന്നും അറിയില്ലേ ചോദിക്കുകയാണ്. അന്നേരം അർജുൻ അവിടെ അങ്ങ് നിസ്സഹായനാവുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, അർജുൻ നമുക്ക് കോടതി എന്ന് പറയുമ്പോൾ കോടതി ഇല്ല സത്യാമയെന്നിങ്ങനെ അർജുൻ പറയുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് പറയുകയാണ്, പിന്നെ ഇത് സ്കൂളൊന്നുമല്ല, കരയുന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വരുമ്പോൾ ബാഗും തന്നു വിടാനായിട്ട്. പിന്നെ കോടതി ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇന്ന് ഞായറാഴ്ചയാണ്, 2 ദിവസം കോടതി ഇല്ല, നാളെ പെരുന്നാളിൻ്റെ അവധിയാണ്. അപ്പോൾ കണക്ക് കൂട്ടി തന്നെയാണ് ചന്ദ്രബോസ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചോദിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കൊരു മന്ത്രിയോ MLA യോ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ, വെമ്പായം ഷൺമുഖദാസോ കാർത്തികേയനോ, അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോടെ എന്നൊക്കെ ഇങ്ങനെ സോമശേഖരനോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും കൂടിയങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനോട് ഇങ്ങോട്ട് മാറി നിൽക്കട എന്ന് പറയുകയാണ് ആദ്യം സോമശേഖരന്. അവനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറയാനായിട്ട്. പക്ഷേ വിഷ്ണു അങ്ങോട്ട് ഒരു മൈൻഡ് ചെയ്യുന്നില്ല. അന്നേരം ഇങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞ് സോമശേഖരൻ വിഷ്ണുവിനെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. അന്നേരം സത്യഭാമ അയ്യോ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസ് അങ്ങ് കട്ടാക്കി നിൽക്കുകയാണ്. കരുതി കൂട്ടി തന്നെയാണ് ചന്ദ്രബോസ് അവിടെ നിൽക്കുന്നത്. തുടർന്ന് ഇവനെ കൂട്ടിൽ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എല്ലാവരോടും ഞാൻ സമാധാനം പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു വിഷ്ണു ആ കലിപ്പി നിൽക്കുമ്പോൾ നിനക്ക് മാറി നിൽക്കാൻ പറഞ്ഞാൽ എന്തിനാ താമസം എന്തുവാടാന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കരണം നോക്കി ചന്ദ്രബോസ് ഒന്ന് പൊട്ടിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. സത്യഭാമയ്ക്കൊക്കെ സങ്കടം വരികയാണ്. വിഷ്ണുവിനെ തന്നെ മുന്നിലിട്ട് തല്ലുന്നത് കണ്ടിട്ട് ദേഷ്യം വരുന്ന കലി കയറുന്ന വിഷ്ണു ആണെങ്കിൽ ചന്ദ്രബോസിൻ്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കുകയാണ്. ഷർട്ടിൻ്റെ ആ പോലീസ് യൂണിഫോമിൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുകയും അടിക്കാൻ കയ്യൊങ്ങും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം എല്ലാവരും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു വേണ്ടാന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. പക്ഷെ വിഷ്ണു ആകെ കലിപ്പിലാണ്. പക്ഷേ വിഷ്ണു വിടാൻ ഭാവമില്ല എന്ന് കാണുമ്പോൾ ആ ബാക്കി ചുറ്റി നിൽക്കുന്ന പോലീസുകാരെല്ലാം അവിടെ ഇങ്ങനെ തോക്കെല്ലാം എടുത്തുകൊണ്ട് വിഷ്ണുവിനും സത്യഭാമയ്ക്കും അർജുനും നേരെ ഇങ്ങനെ ചൂണ്ടി നിൽക്കുകയാണ്. നേരെ അങ്ങോട്ട് നോക്കടാന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണു കാണുകയാണ് എല്ലാവർക്കും നേരെ ഇങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുന്നത്. അന്നേരം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കൈ ചൂണ്ടി ആകെ കലിപ്പിലാണ്. അതല്ല യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരനോട് നിനക്ക് ബഹുമാനമില്ലല്ലേ, പിന്നെ എന്നെ തല്ലണമല്ലേ, നിനക്ക് ബഹുമാനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. 3നെയും കൂടി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്നൊരു കേസും ചുമത്തി 3നെയും കൂടി ഇവിടെ നിന്ന് പായയിൽ കെട്ടിപ്പൊതിഞ്ഞ് എറിയാനായിട്ട് ഈ ഒരൊറ്റ കേസ് മതി എന്നൊക്കെ പറയുമ്പോഴും വിഷ്ണു ആകെ അങ്ങ് തളരുകയാണ്. അന്നേരം ചന്ദ്രബോസ് കരുതി കൂട്ടി തന്നെയാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, മുകളിലുള്ള ഏമാന്മാരോടെല്ലാം ഇതിനെക്കുറിച്ച് എല്ലാത്തിനും വിശദീകരണവും സമാധാനവും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ചന്ദ്രബോസ് നിൽക്കുന്നത് എന്ന് പറയുകയാണ്. നിനക്ക് ഞാൻ മര്യാദ എന്താണെന്ന് പോലീസിനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച് തരാമിട എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിനെ അങ്ങോട്ട് പിടിച്ചു നിർത്തി തലങ്ങും വിലങ്ങും കാരണം നോക്കി വലതിലും ഇടതിലും ഒക്കെ അങ്ങ് പൊട്ടിക്കുകയാണ്. 2-3 അടിക്കുന്നുണ്ട്. അടികൊള്ളുന്ന വിഷ്ണു ആകെ ദേഷ്യവും കടിച്ചമർത്തുകയാണ്. തുടർന്ന് ഇങ്ങനെ മേശപ്പുറത്തേക്ക് ഇങ്ങനെ വീഴുന്ന വിഷ്ണു ആ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ടേബിളിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസേ എന്നൊക്കെ അങ്ങ് വിളിക്കുന്നുണ്ട്, ഭാമ വിളിക്കുന്നുണ്ട്, ഇൻസ്പെക്ടർ എന്നിങ്ങനെ അർജുനൊക്കെ വിളിക്കുമ്പോൾ കഴിഞ്ഞു കിടന്ന് പിടയ്ക്കാതെ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. ഇവനെ തൂക്കിയെടുത്ത് സെല്ലിലേക്ക് ഇടുമെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഇങ്ങനെ എടുത്ത് പിന്നെ ഇങ്ങനെ നീട്ടി തള്ളി അങ്ങോട്ട് കോൺസ്റ്റബിൾമാരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അന്നേരം ചന്ദ്രബോസെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ദേഷ്യത്തോടെ കൈയൊക്കെ ചൂണ്ടുന്നുണ്ട്. അന്നേരം പോടാ എന്നിങ്ങനെ അങ്ങ് ചന്ദ്രബോസ് ആക്കുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾമാർ വിഷ്ണുവിനെ കൊണ്ടുപോയ സെല്ലിലേക്ക് അങ്ങ് തള്ളുകയാണ്. തുടർന്ന് സത്യഭാമയുടെ ആദ്യമേ ചന്ദ്രബോസ് പറയുന്നുണ്ട്, വേറെ ഒരു വഴിയുമില്ല ഇവനെ ഇറക്കാനായിട്ട്, ആകെ ഒരു വഴി ചന്ദ്രബോസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ചന്ദ്രബോസ് ഇരട്ടത്താപ്പൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുകയല്ലേ, നിങ്ങൾ മോനെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് ചന്ദ്രബോസ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യത്തോടു കൂടി സെല്ലിൻ്റെ ആ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ എന്താ പേടിച്ചു പോയോ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ മുന്നിലേക്ക് ഭാമ ചെല്ലുകയാണ്. എൻ്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയപ്പോഴും ഈ സത്യഭാമ പേടിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ മകൻ്റെ നേരെ നിൻ്റെ കൈ വീണപ്പോഴും ഞാൻ പേടിച്ചു എന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രബോസിന് സന്തോഷമാകണം അതാണ് എന്നിങ്ങനെ പറയുമ്പോൾ, പക്ഷേ പേടിച്ചത് എൻ്റെ മകനെ ഓർത്തിട്ടല്ല പേടിച്ചത്, നിൻ്റെ ഈ പോലീസ് ും ഓർത്തിട്ടാണ് പേടിച്ചത്, നിനക്കൊക്കെ എൻ്റെ മകൻ വിഷ്ണു വിധിക്കാൻ പോകുന്ന ശിക്ഷയെ ഓർത്തിട്ടാണ് പേടിച്ചത് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് ഡയലോഗിനൊന്നും വലിയ പഞ്ഞൊന്നും ഇല്ലല്ലോ, നാട്ടുരാജാക്കന്മാരുടെ ഭരണമൊക്കെ അവസാനിച്ചു ഭാമയെ, നിങ്ങളുടെ മേധാവിത്വമൊന്നും ഇനി നടക്കാനായിട്ട് പോകുന്നില്ല, നിയമവും ആളും തരവും ഒക്കെ അങ്ങ് മാറി,
ഇങ്ങനെ ഒരു കഥ സ്ക്രിപ്റ്റ് ഇവിടെ അരങ്ങേറണമുണ്ടെങ്കിൽ അത് ഞാൻ മുമ്പേ ആലോചിച്ച് കൂട്ടി ചെയ്തത് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ ഷൺമുഖൻ, അങ്ങേരെ കൊണ്ടുവന്ന് മുൻപൊരിക്കൽ വിഷ്ണുവിനെ ഇവിടെ ഞാൻ ഇവനെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഇറക്കിക്കൊണ്ട് പോയില്ലേ? അന്ന് നിങ്ങൾ എന്ത് ഡയലോഗാണ് പറഞ്ഞത്? ഒരു പൂഴി മണ്ണ് പോലും എൻ്റെ മേലിൽ വീഴാനായിട്ട് സമ്മതിക്കില്ല എന്ന്. ഞാൻ ഒരു ലോഡ് മണ്ണ് വേണമെങ്കിൽ ഇവൻ്റെ മുകളിലേക്ക് തള്ളും. മുകളിൽ ഇവനെ തൊട്ടാൽ പൊള്ളുന്ന ഏതെങ്കിലും ഏമാമാരുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കളിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതെൻ്റെ ഒരു വാശി കൂടി തന്നെയാണ്. എൻ്റെ ഈ ലോക്കപ്പിൽ ഇവനെ പിടിച്ചിടുക എന്നുള്ളത്. ഇവ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിൽ മാത്രമാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സത്യഭാമേ എന്നൊക്കെ പറയാണ്. പേപ്പട്ടിയെ കണ്ടാൽ നാട്ടുകാർ തല്ലി കൊല്ലുക തന്നെ ചെയ്യും, അതുപോലെ ഒരു സൈസാണ് ദേ അകത്ത് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ചൂണ്ടിയങ്ങ് ചന്ദ്രബോസ് അങ്ങ് തകർത്ത് ഡയലോഗ് പറഞ്ഞ് സത്യഭാമയ്ക്ക് മേൽ വിജയിക്കുകയാണ്. അന്നേരം മൈൻഡ് യുവർ ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ ഇടയ്ക്ക് കയറുമ്പോൾ ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്കാണ് സംസാരിച്ചത് വക്കീലിൻ്റെ ഭാഷയ്ക്ക് ഉതകുന്ന രീതിയിൽ പോലീസിന് ഇത്രയൊക്കെ താഴാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എനിക്കെതിരെയുള്ള ആയുധവുമായിട്ട് കോടതിയിലേക്ക് പായും എന്നെനിക്കറിയാം. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ നടന്ന ഈ നടന്ന സംഭവങ്ങളെല്ലാം നേരത്തെ തയ്യാറാക്കിയ തന്നെയാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, പോലീസുകാരനെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള FIR ഒക്കെ നേരത്തെ എഴുതി തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഇനി സമയം കൂടി എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് വിജയിച്ച മട്ടിൽ ചന്ദ്രബോസ് നിൽക്കുകയാണ്. ഈ സമയം നീ കൃത്യമായിട്ട് ഓർത്തു വെച്ചോ, ഈ സമയം മുതൽ നിന്റെ നാശത്തിൻ്റെ സമയമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഓ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൊഴുതൊച്ചാനിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ട് ചന്ദ്രബോസ് അങ്ങ് കളിയാക്കുകയാണ്. നിന്റെ നാശം ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഡയലോഗുകൾ സത്യഭാമ പറയുന്നുണ്ട്. തുടർന്ന് അർജുനല്ല വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം സത്യഭാമയെ ചെറുതായിട്ട് സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രബോസിൻ്റെ മുഖത്തേക്ക് പോകുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ ചിരിച്ച് കാണിക്കുകയാണ്. തുടർന്ന് വാ അർജുൻ എന്നും പറഞ്ഞ് സത്യഭാമ അർജുനെ വിളിച്ചിറങ്ങുകയാണ്. അന്നേരം അർജുൻ ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കുമ്പോഴത്തേക്ക് പോടാ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. ആകെ ദേഷ്യത്തിലും കലിപ്പിലും ആ കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് അവർ പോലീസ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പഴയ പോലീസുകാരനെ കാണുന്നുണ്ട്. അന്നേരം ആശാനെ വിട്ടയച്ചില്ല അല്ലേ എന്ന് അർജുനോട് ചോദിക്കുകയാണ്. അന്നേരം അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നൊരു നിയമം ഉണ്ടല്ലോ എന്നിങ്ങനെ അർജുൻ പറയുമ്പോൾ അതിനെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് അത് പിന്നെ കൃത്യതയൊക്കെ വേണ്ടേ, പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനും പിഴിയാനും ഒക്കെ അവർ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുകയാണ്. തുടർന്ന് എൻ്റെ ഐഡിയയിൽ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം പറയാം. പിന്നെ കളക്ടറല്ലേ സത്യാമ്മയുടെ തോക്കിൻ്റെ ലൈസൻസ് റദ്ദാക്കിയത്, ആ കളക്ടർ വിചാരിച്ചാൽ അത് തിരിച്ച് റിന്യൂവൽ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചു എന്നുള്ള കേസ് കിടക്കുകയല്ലേ എന്ന് അർജുൻ ചോദിക്കുകയാണ്. അതൊക്കെ കളക്ടർ വിചാരിച്ചാൽ നടക്കും, സത്യാമ്മയ്ക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ അതൊന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് വാ അർജുൻ എന്ന് പറഞ്ഞിട്ട് അർജുനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. കാറിൽ കയറിയ ശേഷം ഇനി നമ്മൾ എങ്ങോട്ടാണ് സത്യാമ്മ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ കളക്ട്രേറ്റിലേക്ക് എന്ന് സത്യഭാമ പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് മധുരൈ കളക്ടറുടെ വീടാണ്. ശാലിനി ഇപ്പോൾ മധുരയിലെ കളക്ടറാണ്. അവിടെ കുറുപ്പ് സാറ് ശാലിനിയെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. തേൻമൊഴി എന്ന് പറയുന്ന ശാലിനിയുടെ PA പേഴ്സണൽ അസിസ്റ്റൻറ്റ് കുറുപ്പ് സാറിനെ സ്വീകരിക്കുന്നുണ്ട്. ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അന്നേരം മലയാളത്തിലാണ് തേൻമൊഴി സംസാരിക്കുന്നത്. മലയാളം എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ ബോർഡറിലാണ് താമസിക്കുന്നത്, മലയാളം പഠിച്ചു അറിയാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മാഷാണെന്ന് പറയുമ്പോൾ വാദ്യാർ എന്നൊക്കെ തേൻമൊഴി ചോദിക്കുകയാണ്. ഈ സമയത്ത് മീറ്റിങ്ങിലാണ്, ഇപ്പോൾ വരും എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് കുറച്ച് കഴിഞ്ഞ് ശാലിനി വരികയാണ്. ശാലിനി വരുമ്പോൾ ഓടി വന്ന് മാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാലിത്തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. അന്നേരം മോളെ പോയി വലിയൊരാൾ എന്ന് പറഞ്ഞ് മാഷ് പറയുമ്പോൾ ഞാൻ വലിയ ആളൊന്നുമല്ല, ചെറിയൊരാൾ തന്നെയാണ്, ശാരദാമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് അന്ന് ആദ്യാക്ഷരങ്ങൾ പഠിക്കാനായിട്ട് വന്ന 5 വയസ്സുകാരി തന്നെയാണ് എന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രമതിക്കും കുറുപ്പ് മാഷിനും മക്കളില്ല എന്ന് പറഞ്ഞവരുടെ പരാതി തീർന്നല്ലോ, മോളെ പോലെയുള്ള ഉയരങ്ങളിലെത്തിയവരുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അവിടെ ഇരുന്ന വിശേഷങ്ങളൊക്കെ പറയുകയാണ്. സാർ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു കല്യാണത്തിന് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. തിരിച്ചു പോകാൻ നേരം മതിലുകൾ മൊത്തം മോളുടെ ഫോട്ടോ വെച്ചുള്ള പിന്നെ നോട്ടീസാണ് കണ്ടത്. തമിഴ് വായിക്കാൻ അറിയില്ല, പക്ഷെ അറിയാവുന്ന ഒരാളിനെ കൊണ്ട് വായിച്ചെടുത്തതാണ്. ചക്കരക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കുടിവെള്ളം എത്തിച്ചു കൊടുത്ത ശാലിനി വിഷ്ണു IAS അഭിനന്ദനങ്ങൾ എന്നാണ് കണ്ടത്. അപ്പോൾ മോളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. മോള് പാവങ്ങളെ മറന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അങ്ങനെ മറക്കാനായിട്ട് സാധിക്കില്ല, ഞാൻ പഴയ ശാലിനി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ചോദിക്കുകയാണ്, കുറുപ്പ് മാഷ് ചോദിക്കുന്നുണ്ട്, ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്, എന്തിനായിരുന്നു വനവാസ ജീവിതം, എന്തിനായിരുന്നു ഒളിച്ചോട്ടം, ഈ ഒരു ഒളിച്ചോട്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവത്തെ പറ്റിക്കുകയാണ്. നമ്മൾക്കൊരു ജീവിതം ദൈവം തന്നു, പക്ഷെ പാതി വഴിയിൽ വെച്ച് നമ്മളത് അവസാനിപ്പിച്ചിട്ട് വീണ്ടും തുടങ്ങുകയാണ്. ഇപ്പോൾ എന്നെയാണ് ഇവിടെയാണ് എന്നെ ആവശ്യം എന്നെനിക്ക് തോന്നുന്നു, ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും എന്നൊക്കെ പറഞ്ഞ് ശാലിനി വിഷമത്തോടെ
സംസാരിക്കുകയാണ്. തുടർന്ന് കുറുപ്പ് സാർ പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് പഴയ കാര്യങ്ങൾ തന്നെയാണ്. സത്യഭാമയ്ക്ക് ഇപ്പോൾ പഴയ പ്രതാപമൊന്നുമില്ല. ശത്രുക്കൾ 4 ചുറ്റുന്ന് വരിഞ്ഞ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ പിന്നെ ആദരവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളല്ലേ, എല്ലാവരും ഒരുപോലെ ഇരിക്കുകയല്ലല്ലോ. അതനുസരിച്ച് കഥയും കഥാപാത്രങ്ങളും ഒക്കെ മാറുമ്പോൾ സാഹചര്യമൊക്കെ മാറും എന്ന് പറയുകയാണ്. തുടർന്നും എന്തിനായിരുന്നു എന്നൊന്നുകൂടി കുറുപ്പ് സാർ ചോദിക്കുന്നുണ്ട്. അന്നേരം സാറ് മുമ്പ് പറഞ്ഞിട്ടില്ലേ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയാൽ വലിയൊരു ചോദ്യം പിന്നെ നമ്മുടെ മുന്നിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ എങ്കിൽ ആ ചോദ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ കുറുപ്പ് സാർ പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, മോളെ അങ്ങോട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെയാണ് എൻ്റെ ആവശ്യം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് തേൻമൊഴി വന്ന് പറയുന്നുണ്ട്, മിനിസ്റ്റർ വെയിറ്റിങ്ങിലാണ്, മീറ്റിങ്ങിന് സമയമായി എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടി എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം എല്ലാവരും വന്നു, വെയിറ്റിങ്ങിലാണ് എന്ന് ഒന്നുകൂടി തേൻമൊഴി പറയുമ്പോൾ കുറുപ്പ് സാറങ്ങ് എണീക്കുകയാണ്. ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അല്ല സാർ ഇതുവരെ വന്നിട്ട് പെട്ടെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവിടേക്കായിട്ട് വന്നതല്ലല്ലോ, ഇങ്ങനെ വന്നപ്പോൾ കണ്ടു എന്നല്ലേ ഉള്ളൂ, മുൻകൂട്ടി അറിയിക്കാനും പറ്റിയില്ല. പിന്നെ അപ്പോൾ ശാലിനി പറയുന്നുണ്ട് കാറിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന്. അന്നേരം അതൊന്നും ശീലമില്ല, നടക്കാൻ പറ്റുന്ന കാലത്തിലേ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ മോളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എനിക്ക് പുതിയ കാര്യങ്ങളൊന്നും പറയാനില്ല, പഴയത് തന്നെയാണ്. മോള് ദൈവത്തെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതെന്തിനായിരുന്നു എന്ന് ഒന്നുകൂടി, ദൈവത്തെയാണോ പറ്റിക്കുന്നത്, സ്വന്തം മനസ്സാക്ഷിയാണോ പറ്റിക്കുന്നത് എന്നൊന്നുകൂടി ചിന്തിക്കണം എന്നൊക്കെ ശാലിനിയോട് പറയുമ്പോൾ ശാലിനിക്ക് പഴയ ഓർമ്മകളൊക്കെ വരികയാണ്. ആകെ ശാലിനിക്ക് സങ്കടം വരികയാണ്. ഇതിനിടയ്ക്ക് ശാലിനിക്ക് ഓരോ ഫയലൊക്കെ കൊണ്ടുവന്ന് ഒപ്പിടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി മധുര കളക്ടർ എന്നതിൽ നിന്നും ശാലിനി ഇവിടെ കേരളത്തിലേക്ക് തിരുവനന്തപുരം കളക്ടറായിട്ട് വരും, അങ്ങനെയുള്ളൊരു സീനാണ് ഇനി വരുന്നത്. അപ്പോൾ ഇനി അടുത്തതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.